എന്താടാ നിർത്തിക്കളഞ്ഞത്? അടി കിട്ടി പഞ്ചറായിട്ട് വന്നിരിക്കല്ലേ? കഴിക്കേ, കടി നന്നായിരിക്കട്ടെ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പഠിപ്പിക്കാൻ അയച്ചതാ. എന്നിട്ട് കണ്ട നാട്ടിൽ പോയി കണ്ടവൻ്റെ ഒക്കെ കൂടെ തല്ലും കൂടി വന്നിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ കണ്ട നാട്ടിൽ കൊണ്ടാക്കിയത്? പഞ്ചാബിലെ അടി കിട്ടിയാലും നീ പറഞ്ഞു, പക്ഷെ എന്തിനാ കിട്ടിയെന്ന് മാത്രം നീ പറഞ്ഞു. പെണ്ണുടി കേസല്ലാണ്. അത് ഉറപ്പല്ലേ? പഞ്ചാബിൽ അടി ചൊറി. ആ പിന്നെ അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ്റെ ഗുസ്തി ടൂർണമെന്റ് വിജയേട്ടൻ മുടക്കാൻ പോവാ. ബാക്കി ഇവിടുന്ന് വാങ്ങാം. വിജയേട്ടാ ബാക്കി നീ പറയും. എന്താടാ വിജയേട്ടാ അവരെ നടത്തിക്കോട്ടെ. ഇത്രയും നാളത്തെ പോലെ അല്ല. അച്ഛനും ഗാങ്ങും ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിയേക്കാം. എന്താണ് നിനക്കൊരു മാറ്റം? നീ എന്താ യൂത്ത് വിട്ട് ഫയൽമാൻമാരെ ക്ലബിച്ചേർന്നോ? ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നതേ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ മൊത്തം ചെറുപ്പക്കാർക്ക് വേണ്ടിയാ. എനിക്കറിയാം. മനത്തോലെ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടാണല്ലോ നിങ്ങൾക്ക് നാട്ടിലെ ചെറുപ്പക്കാരുടെ വോട്ട് പിടിക്കാൻ. എന്താ പൊളിറ്റിക്സ് കളിക്കാന്നാണോ നീ പറഞ്ഞത്? അതല്ല വിജയേട്ടാ, അവരവിടെ ഗുസ്തിയോ എന്ത് കുന്തമേളം നടത്തിക്കോട്ടെ. നമ്മളായിട്ട് അത് കൊടുക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. വെറുതെ വഷളാവണം. നിനക്ക് പേടിയാണെങ്കിൽ നീ നിക്കണ്ട, നീ ഇറങ്ങിക്കോ, തിരിച്ചു നിന്റെ അക്കാറയ്ക്ക് നോക്കോ. നീ അവിടെ ആയിരുന്നല്ലോ പണ്ട്. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്. വിജയേട്ടാ നിങ്ങൾ അടങ്ങ്. അവനൊരു സജഷൻ പറഞ്ഞല്ലോ. നീ മിണ്ടരുത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ കാണിച്ചടാ, കാണിച്ചു. നീ നിന്റെ തന്തയുടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്റെ തന്തയുടെ സ്വഭാവം നീ കാണിക്കേണ്ടിരുന്ന മതി. മനസ്സിലായോ? എന്താ നിങ്ങളെന്ത് തേങ്ങ കാണിക്കും? ഞാൻ വരാം. പോരാ, അത് മതി. 3:30 അല്ലേ? ഓ 3:30. അല്ല പോക്കരെ, നമുക്ക് ഈ ഗോദ എല്ലാ തവണത്തെ പോലെ കുറച്ചുകൂടെ ഉയരത്തിൽ കെട്ടാം. ഓ ആയിക്കോട്ടെ. അപ്പൊ കാണുന്നവർക്ക് ഒരു സൗകര്യമാവുമല്ലോ. ക്യാപ്റ്റൻ, ഇത് നടക്കില്ല. ആ വിജയൻ കോടതിയിൽ കൊടുത്ത കേസ് വിധിയായിട്ടുണ്ട്. കേസോ? അതെ, മനേത്തുവയൽ അവനുകൂടെ അവകാശപ്പെട്ടതാണെന്നും ഇവിടെ എന്ത് പരിപാടി നടക്കണമെങ്കിലും അവന്റെ സമ്മതം കൂടാതെ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ രഹസ്യമായ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വിധിയായിട്ടുണ്ട്, അതും അവൻ അനുകൂലമായിട്ട്. അമ്മാവൻ ഇപ്പം കിട്ടും. കൈ കിട്ടുന്നൊക്കെ വേഗം പറക്ക്. വേറെ കാശെടുത്ത് വാങ്ങാം. സമയം കളയണ്ട, തുടങ്ങിക്കോ. നോക്കിൽ ചെമ്പൊരി ചിന്തുന്നുണ്ട് മുഴക്കണ പടയ്ക്ക് മുന്നിൽ കടുകിടെ ഇവൻ മാറുമോ? നേരിലെതിർത്തൊരു ന്യായം മിണ്ടാനായി മണ്ണാരുണ്ട്. ഇമ്പു പറഞ്ഞവരെല്ലാം പിന്നെ കുമ്പിട്ടു വീണു. എന്ത് തോന്നിയാ സാറെ കാണിക്കുന്നത്? ആ കാലമാണ് വരാൻ മുന്നേ ഭാര്യ കിട്ടി ഇറങ്ങാൻ പറ്റിയ തീരെ ഉണ്ടിരിക്കുക. ഇവനെ ഞാൻ ഒന്ന് സഹായിക്കും. താഴത്തുനിന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. വച്ചാൽ മറുപടിയും നൽകിടും. ഈ ഫോട്ടോ പൊട്ടിക്കട്ടെ. വാശിയെല്ലാം വിട്ടൊഴിഞ്ഞ് ഏത്തമിടാൻ കാത്തുനിന്നേ. ഈ രക്ഷപ്പെടുത്തി ഇതിലങ്ങോട്ട് പോയിക്കളാ. സൂക്ഷിക്കാ, കുപ്പിച്ചിട്ടുണ്ട. ഇപ്പം പോയത് നന്നായി. ഇല്ലേ ചുമരൊക്കെ നമ്മൾ പൊളിക്കേണ്ടി വരികയാണ്. എന്റെ വിജയേട്ടാ ഇത് വേണ്ട. കേസ് കൊടുത്തപ്പോ ക്യാപ്റ്റന്റെ റിയാക്ഷൻ കണ്ടല്ലേ? ക്ലബ് അടിച്ചു പൊടിച്ച് തൂഫാനാക്കി. നീ ഇതുകൂടെ അടിപൊളിയോ? വീട്ടിലും നാട്ടിലും ജീവിക്കാൻ പിള്ളേരൊക്കെ ആ ദേശത്തെ പിള്ളേരോട് വിളിച്ചോ. ഓണത്തൂക്കൽ വിളിക്കണം. ഒറ്റ ക്ലബ് ഒഴിവാക്കരുത്. മനേത്തുവയിൽ എല്ലാ പിള്ളേരും ഇന്നു മുതൽ ക്രിക്കറ്റ് കളിക്കണം. മാരത്തോൺ ക്രിക്കറ്റ്. ഇതെന്താ യുദ്ധം?
ആ യുദ്ധം യുദ്ധം ആളെടുക്കച്ചെപ്പാറേ കാലുകുത്തിയൊരേതു മണ്ണും കൈവണങ്ങിയതാണെന്നും ചീറ്റിയെത്തിയ കാട്ടുപോത്തും തോറ്റുമാറിയതാണയ്യ. ഈ മണ്ണിന്റെ അകത്ത് ഇറങ്ങി കളിക്കണം എന്തേ? എന്താ ഗോട്ടികളേത് ക്രിക്കറ്റ് അല്ലേ? നമുക്ക് രണ്ടുപേർക്ക് വിത്തായിട്ട് വന്നാൽ മതി. നമുക്കിത് പൊളിറ്റിക്കലായി മൂവ് ചെയ്താലോ? നിങ്ങളുടെ ഉറ്റ ചെങ്ങായല്ലേ ആ കുറ്റിപ്പുഴ MLA, ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇങ്ങനത്തെ ചുക്കളി പരിപാടിക്കൊന്നും മൂപ്പരെ വിളിക്കേണ്ട കാര്യമില്ല. ഇത് എനിക്ക് പ്രാദേശികമായിട്ട് ഡീൽ ആവുന്ന കാര്യമുള്ളൂ. നീ ഒരു കാര്യങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടി എടുത്തു. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. എന്ന് ചിലക്കാണ്ട വെള്ളം കുടിച്ച് വീട്ടിൽ പോകാൻ നോക്കണം. അപ്പൊ നിങ്ങൾ പാര ടീമാ? അതെ, ഇതിലും വലുതെന്തോ വരാനില്ലെന്നാ എന്റെ സംശയം. പാണ്ടി മച്ചാ പറയടാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് അതിഥിയുടെ നമ്പറിലേക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ട് കിട്ടണല്ലോ, സ്വിച്ച് ഓഫ് ആണ്. എന്താടാ കല്യാണോ? എപ്പോ? മച്ചാ ഒരു മിനിറ്റ്, എനിക്ക് വേറെ കോൾ വരണം. ഹേ അതിഥി, ഐ വാസ് ട്രൈങ് ടു കോൾ യു. I'm getting married next week. Why don't you run then? Chips देना? Egg packet? Welcome to Kerala. Thank you. Welcome. 150 rupees. പാട്ടിന്റെ ശബ്ദം കൊടുത്തു കേട്ടോ, എത്ര പ്രാവശ്യം പറയണം? ദേ അവളിപ്പോ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവള് പറയണേ. ഞാൻ അവളെ ബാലേട്ടന്റെ വീട്ടിൽ കൊണ്ടോട്ടെ. എന്നും വീട്ടിൽ 4 നേരം മീനും കൂട്ടി ചോറ് കിട്ടും, ചോദിക്കാതെ കാശും കിട്ടും. അത് മുടക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ അവളെ എവിടെ കൊണ്ടുപോകും? എന്റെ വീട് ഫ്രീ ആണ് കേട്ടോ. താൻ അവിടെ ചിലക്കാണ്ട് വണ്ടി പിടിച്ചാൽ മാത്രം മതി കേട്ടാ. ഞാൻ ഇവിടെ പറഞ്ഞ ആ, എനിക്കിപ്പോഴും സംശയം മാറുന്നില്ല, നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലേ ബാലേട്ടാ, സത്യം കിട്ടും. അവളെന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. എന്നാലും അവളെങ്ങനെ പഞ്ചാബിൽ നിന്ന് നിന്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിപ്പെട്ടു? അത് ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, അവളുടെ വീട്ടിലാകെ പ്രശ്നമായി. അവളുടെ ചേട്ടൻ അവളുടെ കല്യാണം കഴിച്ചു ഉറപ്പിച്ചു. അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോന്നതാ. ഇവിടെ ആകുമ്പോ പിന്നെ അവൾ അന്വേഷിച്ച് ആരും വരില്ലല്ലോ. 10 നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പഞ്ചാബിന്നേ വരും. അത് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചു, നമുക്കിവിടെ 10,000 ഒളിപ്പിച്ചാലോ? തൽക്കാലം അവളെ ആരും കാണാൻ നിന്റെ വീട്ടിൽ ഒളിപ്പിക്കേ. നാളെ അമ്മാവനും അമ്മായി ഉണരാൻ വെച്ച അലാറത്തിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ എത്തിയിരിക്കും. എന്നിട്ട് നമുക്ക് സൗകര്യപൂർവ്വം ആലോചിക്കാം. ഓക്കെ അമ്മേ? കം. എത്രയും 150. Put your phone in silent mode. അയ്യോ, Is that the akhada? What? Yes. Akhada. Okay. Come. ഇതെവിടെ ആയിരുന്നു? ഫ്രണ്ടാ. ഹായ് ചിപ്സ്. കൊടുത്തോ? എന്റെ കൊച്ചെ, ഇവനെ പറ്റി 2 പേരോട് അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് പോന്നാ പോരായിരുന്നോ? ആ വണ്ടിക്കാശ് എങ്ങനെ ലാഭിക്കായിരുന്നു? എഴുതട്ടെ, വാ പുഷപ്പെടുക. Please don't come out until I call you. Okay? Okay, पर मुझे बहुत भूख लगी है. എന്നാ ബുക്കാ? ബുക്കല്ല, ബുക്ക്. വിശപ്പ്. ഈ പാതിരാത്രിയിലാണോ നിന്റെ വിശപ്പ്? ഒരെണ്ണം. അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അവിടെ എണ്ണക്കാരെ ചിപ്സ്. മോനെ ദാസ, ഈ കുട്ടി നിന്റെ ഫ്രണ്ടാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? അതെ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഇതാരും അറിയണ്ട. പിന്നെ നാളെ രാവിലെ അച്ഛനും അമ്മയും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. മറക്കരുത്. മറക്കില്ല. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. എണ്ണ കാറിയതാണെങ്കിൽ എണ്ണ കാറിയ ചിപ്സ്. ഹലോ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോറി.
ദാസ 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 തല്ലരുത്, കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ക്യാപ്റ്റൻ ടീച്ചർ എഴുന്നേറ്റിട്ടുണ്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ട് പോയി പറ. അതിഥി എവിടെ? രാവിലെ തന്നെ നല്ല ബുക്ക് വാ, ടൈം ടേബിളിലുണ്ട്. നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിറങ്ങി പോരെ. പിന്നെ സിലബസ് തീർക്കണം മനുഷ്യ, പരീക്ഷ വരുന്നത്. അച്ഛനമ്മ എത്തിയിട്ടുണ്ടാവല്ലേ? അച്ഛനമ്മ എത്തി, ഇനി എന്ത് ചെയ്യും? എന്നെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യ. ഇതായത് അതപ്പോല്ലേ. ഇതേതോ വലിയ പെണ്ണ. എന്നാ പിന്നെ അവിടെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതേതാ ഞാൻ അറിയാത്തൊരു ഡാൻസ് ടീച്ചർ. മച്ചിൽ ഒളിച്ചാലോ? ദേ ഫയൽവാനെ, സത്യം പറഞ്ഞോ, നിങ്ങൾ ഈ ഗാട്ടാ ഗുസ്തി നാട്ടു ഗുസ്തി എന്ന് പറഞ്ഞ് നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് വല്ലയിടത്തുനിന്ന് അച്ഛനെ അന്വേഷിച്ച് വന്നാണോ? അടിച്ചു നിന്റെ പെടലിഞ്ഞ എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ? അറിഞ്ഞൂടാ, അത് തന്നെ. ചിലപ്പോ നിന്റെ ചേച്ചി ആയിരിക്കും മോളെ, അച്ഛനോട് ചോദിക്കേ. അപ്പൊ നിന്റെ ഫ്രണ്ട് അല്ലേ? എന്റെ ഫ്രണ്ടൊന്നുമല്ല. പിന്നെ ഇതാരടി? നിങ്ങൾ എവിടെ ഈ പുറകോട്ട് പോകുന്നത്? നിങ്ങൾ വാങ്ങിക്കോട്ട്, ഞാൻ കാണിച്ചു തരാരാ. ഞാൻ നിന്നെ ഒറ്റയാലും നീ എന്നെ ഒറ്റരുത്. നീ ഏതാ കുട്ടി? വാട്ട്? ഹു ആർ യു? അതിഥി. അതിഥിയാണെന്ന് മനസ്സിലായി, പക്ഷെ ആരുടെ അതിഥി? ഹിന്ദിക്കാരി. എന്താ? അത് ദാസൻകുട്ടന്റെ ഫ്രണ്ടാ. ക്യാപ്റ്റൻ വിളിക്കുന്നെങ്കിൽ പോരാ. എന്താ അച്ഛാ? ഏതാണ് അവള്? നിന്റെ ഫ്രണ്ടാണ്. ചോദിച്ചു കേട്ടില്ല, നിന്റെ ഫ്രണ്ടാണോ? ബാലേട്ടന്റെ ഫ്രണ്ടാ. ബാലേട്ടന്റെ ഫ്രണ്ടിനെ പറ്റി അച്ഛൻ ചോദിക്കുന്നു. എന്തേ നേരത്തെ വരാൻ വേണ്ടി വൈകി പോയേ? എന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടോ? നിനക്ക് എവിടുന്നാണ് വടക്കേ നീ കൂട്ടുകാരി? നീ എന്താണ് കേരളം വിട്ടു പോയത്? വാട്സാപ്പിൽ നിന്റെ ഫ്രണ്ട് നിന്നടാ ഇവിടെ വന്ന് താമസിക്കുന്നത്. നിന്റെ വീട്ടിൽ താമസിക്കാൻ സ്ഥലം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫ്രൈ പെയിന്റ് കറണ്ട് ഉണ്ടെങ്കിലല്ലേ അടിക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടി പിന്നെ തലശ്ശേരിന്ന് അവിടെ ഫ്രണ്ടിന് കടവിന് വന്നോ. അപ്പൊ ആ ഫ്രണ്ടിന്റെ ഫാമിലി ആയിട്ട് ദുബായിൽ വേറെ ഫ്രണ്ടിനെ കാണാൻ പോയ ട്രെയിൻ മിസ് ആയി. ഇവിടെ വന്ന് മാമന്റെ മാമനെ 2 ദിവസം എൻജോയ് അല്ലേ അച്ഛാ? ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാം. സുന്ദരി സ്റ്റേ ഒക്കെ കൊള്ളാം. ഇമാതിരി ബുക്കാണ് ബുക്കണതെങ്കിൽ വെച്ച് വിളമ്പാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. ഡേ, രാവിലെ ടീച്ചറിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ച ദോശ ചമ്മന്തിയാ ഇവളെടുത്ത് ബൂക്കുന്നത്. അപ്പൊ ദോശയില്ലേ? ദോശ തീർന്നു, കുറച്ച് ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ. വരുന്നില്ലേ മനുഷ്യ? വരാം. ഒരു പെണ്ണ് വന്ന് കയറി അതിന് മുമ്പ് തുടങ്ങി അടിപൊളി. എന്റെ മനസ്സിൽ ഹിന്ദിക്കാരി ഒരു ബംഗാളി ആയിരുന്നടാ. ഇത്രയും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ലായിരുന്നോ? മേരി സംസാരി മേരി കംസോറി ബി. ഇനി ഇവിടെ കാര്യം हाय आपका ये फ्रेंड बहुत डरपोक है, अपने बाप से बहुत डरता है. आप रेसलर हो क्या? हाँ, पर आपको कैसे पता चला? इसके लिए शर्लक होम्स सोडा ना होना पड़ेगा. बहुत मजाकी हैं. हे सुनो, घर के पास एक गुस्ती का कलरी है. हाँ, अखाड़ा. हाँ, अखाड़ा. आइए, मैं आपको दिखाता हूँ. या? ओके. कम. അതിഥിയായി നമ്മുടെ അച്ഛൻ്റെ അക്കറിയല്ലേ? पसंद आया? हाँ. I'll show you more. ओके. ഇനി അവൾ ഫ്രണ്ട് ആണേലും ഗേൾ ഫ്രണ്ട് ആണേലും കയ്യിൽ നിന്ന് പോയില്ലേ ദാസ. ബാലന് ഹിന്ദി അറിയാം, ഇനി ആദ്യം പിടിച്ച് അവൻ കയറും. अब पंजाब में बड़ा को क्या बोलता है? ये ट्राई कर. अच्छा लगेगा. आप देखते रहिए, मैं अभी आया. എന്താടാ ബാലേട്ടാ, എന്താ ഉദ്ദേശം? ഒരുമാതിരി ചക്കക്കൂട്ടാൻ്റെ അടുത്ത് ഈച്ച പോയി നിൽക്കുന്ന പോലെ. എന്റെ ഇരട്ട പേര് വിളിച്ചോണ്ടല്ലോ. ഈച്ച ബാലൻ ഈച്ച ബാലൻ ഈച്ച ബാലൻ കേട്ട് മടുത്തു. ബാലേട്ടാ, അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലൊരു പെൺകുട്ടിയേ അല്ല. അയ്യോ, നീ വിചാരിച്ച പോലെ ആയിരിക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ. അതല്ല,
ഏതല്ല? അവൾക്ക് ഈ വായനോട്ടൊന്നും ഇഷ്ടല്ല കേട്ടോ. എനിക്കും ഇഷ്ടല്ല. അതിന് നിന്നോടാരാ പറഞ്ഞ ഞാൻ അവളെ വായി നോക്കുവാന്ന്? ഏതായി കമ്മ്യൂണിസ്റ്റ് ഈ ക്യൂടെക്സ് വേണം. ആ വളയങ്ങടത്തേടി അങ്ങനെയല്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാ ചിലപ്പോൾ അവൾ പ്രതികരിക്കും. ബാലേട്ടന് ചിലപ്പോൾ അത് ഭയങ്കര വിഷമാവും. പ്രതികരിക്കണം. പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം. सॉरी बोल, सॉरी बोल। साले सॉरी बोल, सॉरी बोल, सॉरी बोल, ആശാനെ ഇവള് പറഞ്ഞിട്ടാ നമ്മടുത്ത് വന്നിട്ടാ. सॉरी बोल, ആശാനെ എന്റെ കൈ ധരിക്കണുണ്ടാ. सॉरी बोल। നീ എന്തൊരു പെടക്കലാടി പെടക്കണത്? ഞാൻ കാല് പിടിക്കാണോ ദേവിയെ? ആശാനെ നിന്റെ ആശാനെ നീ ഏതാടാ? എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ പടങ്ങളോടെ കളി. നിന്റെ നാടോ? അച്ഛനെ കൈ ധരിക്കല്ലേ, കൊടുക്കട്ടെ. തീർന്നടാ, നീയൊക്കെ തീർന്നടാ. തീർന്നോ? ഇവൻ എന്നെ കൊച്ചിന്റെ വണ്ടി എടുത്തു. ഇവൻ എന്നെ കാണി. എന്താ ഇനിയും വേണോ? എന്റെ രണ്ടാനമ്മേ പൊന്നുമക്കളെ നേടി ടാപ്പ് 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 ശരി, ചോറിനിട്ട് വരാം. എന്തൊരടിയാണ് അവൾ അടിച്ചത്. സാക്ഷാൽ അന്ധകരണം പറിച്ചുപോയി. ഇത് സംഭവം കരാട്ടയാ. അവരുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി കിട്ടി. സംഭവം കുങ്ഫുവാ. ആണോ? എന്നാലേ ഇത് ഗുംഫും കരാട്ടി ഒന്നുമല്ല, ഇത് ഗുസ്തിയാ. സാക്ഷാൽ ഗാട്ടാ ഗുസ്തി. ഗുസ്തിയാ? ആ, പെണ്ണുങ്ങളാ ഗുസ്തി പിടിച്ചാൽ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? വത്സേട്ടൻ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ. നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ ക്യാപ്റ്റന്റെ അക്കരെ പോയിട്ട് കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ. എന്റെ വിജയേട്ടാ, അവൾ ഇവിടെ അടുത്താണ് പഠിക്കാൻ വന്നൊന്നല്ല. വീട്ടിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എടാ, പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ട് മാത്രം വഴിയുള്ളൂ. ഇവിടെ ഉള്ള ഫയൽവാന്മാർ കാരണം മുണ്ടഴിച്ചു വെച്ചിരിക്കുക. ഇനി ആ പഞ്ചാബി ഫയൽവാനി കൂടി വന്നിട്ട് വേണം ഷട്ടി കൂടി വരാൻ. വിജയേട്ടാ വിജയേട്ട ഒരു 4-5 ദിവസം, അത് കഴിഞ്ഞ് അവളവിടെ 4-5 ദിവസവും? നീ ഒരൊറ്റ ദിവസം പോലും അവളെ ഇവിടെ നിർത്തരുത് എന്നല്ലേ കള്ളങ്ങൾ അവള് പറഞ്ഞത്? അവളാണോ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞു. അവളെ എങ്ങനെ നീ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചേക്കാനൊന്നും പറ്റത്തില്ല. എന്താ ഇങ്ങോട്ട് വന്ന ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല? എടി, തിരിച്ചു എന്നാൽ അവളുടെ ബന്ധുക്കൾ അവളെ ഉപദ്രവിക്കും. നിനക്ക് ഈ ഉത്തരേന്ത്യക്കാരുടെ സ്വഭാവം അറിയാത്തോണ്ടാ. അഭിമാനത്തിന്റെ പേര് കൊല്ലാൻ പോലും മടിക്കാത്ത. കല്യാണത്തിന് ബന്ധുക്കളുടെ മുഖത്ത് കരിവാരി തേച്ചവളെ പിന്നെ എന്തോ ഉമ്മ വെക്കണോ? തുമ്മലിന് മരുന്ന് വാങ്ങണം. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്ത് പറയും? എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ രാവിലെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേച്ച് എന്നോട് മിണ്ടിയാച്ചാ മതി. മനസ്സിലായോ? എന്ത് കഴിച്ചാണോ കയറിപ്പിടി. പറഞ്ഞു വിടല്ലേ. എന്തായി തീരുമാനം? ഓള് നിക്കോ അതോ പോകോ? ഇപ്പൊ അറിയാം. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും പോകുന്നേരെ. അതെന്താ? പെണ്ണ് പോണില്ലേ സ്ലോ മോഷനിലേ? Kolhapur tournament will be our first priority. It's one of the major tournaments in the country. From now on, you will focus on basics and strengthening exercises. പിന്നെ രമേശും ഉണ്ടാവും സഹായത്തിന് അക്കാറിൽ. ഇനിയിപ്പോ ഗുസ്തി പഠിക്കാൻ നാട്ടിൽ ആളെ കിട്ടാഞ്ഞിട്ട് ക്യാപ്റ്റൻ അങ്ങ് ബംഗാളിന്ന് ആളെ ഇറക്കിയിരിക്കോ? ബംഗാളി എന്നല്ല വത്സേട്ടാ, അങ്ങ് പഞ്ചാബിന്നാ എന്നൊക്കെ പറയണ്. എന്നാ പിന്നെ ഉറപ്പിച്ചോ, ഇത് പഞ്ചാബി പഠിക്കാൻ പോയ ദാസന്റെ ഏതോ സെറ്റപ്പാ. നിർത്താടി, ഒരെണ്ണല്ലേ ആയിട്ടുള്ളൂ. ഒരു 2 കൂടെ ആയിക്കോട്ടെ, എന്നിട്ട് നിർത്താം.